ഹലോ മക്കളെ, നമ്മളിന്ന് അടുത്ത പുതിയൊരു ഭാഗം പഠിക്കുകയാണ്. ക്വാണ്ടം കെമിസ്ട്രിയുടെ നമ്മുടെ ഓപ്പറേറ്റേഴ്സും ഓപ്പറേറ്റർ ഓൾജിബ്രയും ഹെർമിഷൻ ഓപ്പറേറ്റർ, ലീനിയർ ഓപ്പറേറ്റർ, ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ അല്ലേ, പിന്നെ അതുപോലെ തന്നെ ഡെൽ ഓപ്പറേറ്റർ, എനർജി ഓപ്പറേറ്റർ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഈഗൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പം ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ ഏകദേശം ഒരു 4-6 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. So now we are discussing the postulates of quantum mechanics. Postulates of quantum mechanicsൻ്റെ കുറച്ച് postulates എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു കൊട്ടാരം, വലിയൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞ സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ പറഞ്ഞ പോയിൻറ്റ്സുകളാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഈ ബേസിക് ഐഡിയോളജി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീടാണ്, അല്ലെങ്കിൽ ഒരു കൊട്ടാരമാണെന്തെന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് നോക്കി നോക്കാം. ഓരോന്നായിട്ട് നമുക്ക് പോസ്റ്റ്ലേറ്റ്സ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സോ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്സ്: എനി ഡൈനാമിക്കൽ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം is described as completely as possible by a wave function psi which has a function of all the spatial coordinates and time. ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ് സൈ എന്ന് പറയാം. വേവ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, വേവ് ഫംഗ്ഷനാണ് എല്ലാത്തിൻ്റെയും ആധാരം. വേവ് ഫംഗ്ഷൻ സൈ ആണ്. എന്താണ് സൈ എന്ന് നമ്മളിവിടെ പറയുകയാണ്. നോക്കിയാൽ നിങ്ങളിവിടെ കാണാം, സൈ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ അല്ലേ. ഈ ഒരു പോയിൻറ്റിൽ നമുക്ക് സൈ എന്ന് പറയുന്ന ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പറയാണ്, ഇനി ഡൈനാമിക്കൽ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് കംപ്ലീറ്റ്ലി ബൈ യൂസിങ് wave function psi, and the psi is actually a function of spatial coordinates and time. സ്പേഷ്യൽ കോർഡിനേറ്റ്സിൻ്റെയും ടൈമിൻ്റെയും ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈ എന്ന് വിളിക്കുന്നത്. അപ്പം സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം, ഇറ്റ്സ് എ ഫംഗ്ഷൻ. സൈ ഈസ് ഈക്വൽ ടു certain function of spatial coordinate x, y, z and time coordinates t also. So first postulates, ഇതിങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. സച്ച് നിങ്ങളിങ്ങനെ പഠിക്കണം. ഡൈനാമിക്കൽ ഫിസിക്കൽ വേരിയബിൾ, എനി ഫിസിക്കൽ വേരിയബിൾ ഓഫ് എ ഫംഗ്ഷൻ ഓർ എ സ്റ്റേറ്റ് completely described as a wave function psi which is a function of all the spatial coordinates and time. That is, psi is equal to f of x, y, z and t. ഓക്കെ, ഇവിടെ ഫങ്ഷൻ ഓഫ് എക്സ്, വൈ, സെഡ്. അപ്പം നമ്മൾ സാധാരണ കേസിൽ നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ ഇൻ്റഗ്രേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്മോൾ ചേഞ്ച് ഇൻ വേരിയബിൾ ഇൻ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് അങ്ങനെ പറയാം അല്ലേ. ആ സ്മോൾ ചേഞ്ചിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്മോൾ ചേഞ്ചിനെ നമ്മളവിടെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം, ഒരു ടെർമിനോളജി എന്താ വെച്ചാൽ, സ്മോൾ ഇതായതുകൊണ്ട്, സ്മോൾ വേരിയേഷൻ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡി എക്സ്, ഡി വൈ, ഡി സെഡ് എന്നാണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേഷൻ ടേമിലേക്ക് എഴുതുമ്പം ഈ ഡി എക്സ്, ഡി വൈ, ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വോളിയം കമ്പോണൻറ്റ്, ഒരു വോളിയം പാരാമീറ്റർ. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഡി ടോ എന്ന് നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈ ഈക്വൽ ടു സൈ സ്റ്റാർ ഡി ടോ എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടില്ലായിരുന്നോ? സൈ സ്റ്റാർ ഡി ടോ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ആ ഡി ടോ എന്ന് പറയുന്നത് വോളിയം എലമെൻറ്റ്, എ സ്മോൾ വോളിയം എലമെൻറ്റ്സ് വിച്ച് കണ്ടെയ്ൻ ഡി എക്സ്, ഡി വൈ ആൻഡ് ഡി സെഡ് ഓർബിറ്റൽ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്സ്. സോ നെക്സ്റ്റ് പോസ്റ്റ്ലേറ്റ്സ് നമ്പർ 2 എന്താണ് പറയുന്നത്? ഫോർ എവറി സിസ്റ്റം ഇറ്റ്സ് പോസിബിൾ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ്, വൈ, സെഡ്, ടി ആണെങ്കിൽ ആർ ഒബ്റ്റെയിൻ. എങ്ങനെയാണ് നമുക്ക് ഈ ഓരോ സിസ്റ്റത്തിൻ്റെയും വേവ് ഫംഗ്ഷൻ കിട്ടുന്നത്? എങ്ങനെ? ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്സിൽ പറഞ്ഞത് വേവ് ഫംഗ്ഷൻ എന്താണെന്നാണ് പറഞ്ഞത് അല്ലേ. ഒരു ഡൈനാമിക്കൽ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി എക്സ്പ്രസ്ഡ് ആസ് വേവ് ഫംഗ്ഷൻ സൈ വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ആൻഡ് ടൈം ആണ്. അങ്ങനെയാണ്. രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്സ് എങ്ങനെയാണ് നമുക്ക് ഈ വേവ് ഫംഗ്ഷൻ സൈ കിട്ടുന്നത്? ബൈ സോൾവിങ് 3 ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ.
ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എവ്രി സിസ്റ്റത്തിൻ്റെയും പോസിബിളായിട്ടുള്ള വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ? നമുക്കറിയാം ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -h⁻² ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് 8π² അത് എഴുതി. സോ v ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 0. ഇതിങ്ങനെ എഴുതിയതായിരുന്നു നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ്. അവിടെ ടൈമില്ല അല്ലേ? അതിനെയാണ് നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മളത് കണ്ടതാണത്. എവിടെ? നമ്മൾ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് 8π² m/h² ഇ ഇൻറ്റു v മൈനസ് v ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ടൈം ഡിപ്പെൻഡൻ്റ് ആകുമ്പം ഇവിടുത്തെ വ്യത്യാസം എന്താണ്? ഇത് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. ടൈം ഡിപ്പെൻഡ് ആകുമ്പോൾ ബാക്കിയൊക്കെ അതേപോലെ തന്നെ. ഇതൊക്കെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാപ്ലേഷൻ ഓപ്പറേറ്റർ പഠിക്കുന്ന സമയത്ത്. റീഅറേഞ്ച് ചെയ്ത് എഴുതിയ ഫോർമാറ്റാണ് -h⁻² ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയാണ് v ഓഫ് XYZ t ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 0 അല്ല, ടൈം ഡിപ്പെൻഡൻ്റ് ആകുമ്പം ഇറ്റ് ഈസ് -h⁻I ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി. സോ ദിസ് ഈസ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലക്സ് നമ്പറുകളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളൊരു -i എന്ന് പറഞ്ഞിട്ടുള്ള ടൈം പഠിച്ചിട്ടില്ലേ? ഒരു ഐ കോംപ്ലക്സും റിയൽ നമ്പറും നമ്മളുടെ വ്യത്യാസം സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ഐ ഇട്ട് കൊടുക്കും അല്ലേ? ഐയുടെ വാല്യൂ -√(-1) ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ അതാണ് ഈ ഐ എന്ന് പറയുന്ന ടേം. h⁻ ബൈ ഡോ സൈ ബൈ ഡോ ടി. h⁻ എന്ന് പറഞ്ഞാൽ h/2π ആണ്. ഓക്കെ, സോ ഇതാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഈ ഓപ്പറേറ്റർ ഇതൊരു ഓപ്പറേറ്റർ ആയിരുന്നു അല്ലേ? ഇതെന്ത് ഓപ്പറേറ്റർ ആയിരുന്നു? -h⁻² ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തോ ഓപ്പറേറ്റർ ആയിരുന്നു ഇത്. പ്ലസ് v ഇൻറ്റു XYZ t എന്ന് പറയുന്നത് എന്തോ ഓപ്പറേറ്റർ ആയിരുന്നു? അത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആയിരുന്നു അല്ലേ? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആയിരുന്നു അവർ. അപ്പം നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ് h⁻²/2m ഡെൽ സ്ക്വയർ പ്ലസ് v നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവരെ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഡെൽ സ്ക്വയർ -h⁻, അപ്പോൾ നമുക്ക് h⁻² ഡെൽ സ്ക്വയർ എന്ന് എഴുതാം v. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ h⁻ψ ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്കിവിടെ h⁻ψ കണ്ടോ? h⁻ψ ഇസ് ഈക്വൽ ടു വാട്ട്? -h⁻I ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി എന്ന് എഴുതാം. ഓക്കെ, സോ ഇതാണ് ഇപ്പം ഇങ്ങനത്തെ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ്, അപ്പോൾ ഈ ഓപ്പറേറ്ററിനെ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷനായിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ് സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ. മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ഈ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ സൈ എന്താ നമുക്ക് കിട്ടും. ഈ സൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം ഒരു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൈ കിട്ടും. അപ്പം ഫോർ എവറി സിസ്റ്റം പോസിബിൾ വേവ് ഫംഗ്ഷൻ സൈ ആർ ഒബ്റ്റെയിൻ ബൈ സോൾവിങ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? സൈ എന്താണെന്നുള്ളത് കിട്ടുക. നൗ അടുത്ത പോസ്റ്റുലേറ്റ്സ് നമ്പർ 3 എന്താണ്? ഫോർ എ വേവ് ഫംഗ്ഷൻ സൈ ടു ബി അക്സെപ്റ്റബിൾ. നമ്മളിപ്പം ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്കിപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 2-3 സൊല്യൂഷനൊക്കെ കിട്ടും. രണ്ട് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ എക്സിന് 2 വാല്യൂസ് കിട്ടും. നിങ്ങൾക്കറിയാം, നമ്മൾ 10ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണത്. ആ 2 വാല്യൂസ് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. 2 വാല്യൂ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, അക്സെപ്റ്റബിൾ ആവില്ല. അക്സെപ്റ്റബിൾ ആകുന്ന കുറഞ്ഞ വാല്യൂസേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ അക്സെപ്റ്റബിൾ വാല്യൂ ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കണ്ടു. അക്സെപ്റ്റബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ റെപ്രസെൻറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. ഇറ്റ്സ് മസ്റ്റ് ബി കണ്ടിന്യൂസ്, ഫൈനൈറ്റ്, സിംഗിൾ വാല്യൂഡ് ആൻഡ് മസ്റ്റ് ബി ക്വാഡ്രാറ്റിക്കലി ഇൻ്റഗ്രബിൾ. ഈ 4 കണ്ടീഷൻ ഒബേ ചെയ്തിരിക്കണം വേവ് ഫംഗ്ഷൻ. എന്നാൽ മാത്രമേ വേവ് ഫംഗ്ഷൻ എന്താവുള്ളൂ? അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താൽ അത് ഇവിടെ ഒരു പോസ്റ്റുലേറ്റ്സ് ആണ് പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെ അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ചെയ്തിരിക്കും. നോർമലൈസേഷൻ കണ്ടീഷൻ എന്താണ്? അതിൻ്റെ സൈ സ്റ്റാർ ഡി ടോ, ഇൻ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ ഡി ടോ ഇസ് ഈക്വൽ ടു 1. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഈ ഡി ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരുന്നു? വോളിയം എലമെൻറ്റ്, ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ദ വോളിയം എലമെൻറ്റ് dx dy ആൻഡ്
ഡി സെഡ്, ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വോളിയം എലമെൻറ്റ് ഡിട്ടോ എന്ന് വിളിക്കുന്നത്. ഓൾ ഓവർ ദ സ്പേസ്, ഇൻ്റഗ്രൽ ഓൾ ഓവർ ദ സ്പേസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഇൻ്റഗ്രലാണ് അല്ലേ? ട്രിപ്പിൾ ഇൻ്റഗ്രലാണ്. ഇത് -∞ ടു +∞ എക്സ് ആക്സിസ്, -∞ ടു +∞ വൈ ആക്സിസ്, -∞ ടു +∞ സെഡ് ആക്സിസ്. ഇതിനെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? നല്ല കട്ടിയിൽ നമ്മൾ ഇൻ്റഗ്രൽ വരച്ച് വെച്ചിട്ട്, നല്ല കട്ടിയിൽ ഇൻ്റഗ്രൽ വരച്ചിട്ട് നമ്മൾ ഓൾ സ്പേസ് എന്ന് കൊടുക്കുന്നത്. ഓൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. നാലാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ടു എവ്രി ഒബ്സർവബിൾ ഇൻ എ ക്ലാസിക്കൽ മെക്കാനിക്സ് ദെയർ കറസ്പോണ്ടിങ് ലീനിയർ ഹെർമിഷൻ ഓപ്പറേറ്റർ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് ഓരോ ഒബ്സർവബിളിനും ഓരോ ഓപ്പറേറ്റർ ഉണ്ടാവും അല്ലേ? മൊമെൻ്റം ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി നമ്മൾ കണ്ടിട്ട് നമ്മൾ മൊമെൻ്റം കണ്ടുപിടിക്കും. ഇനി നമുക്ക് ഫോഴ്സ് അല്ലെങ്കിൽ വേറെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഓരോ ക്വാണ്ടിറ്റിയും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു 2 ട്രെയിൻ പോകുമ്പം ഒരു ട്രെയിനിൻ്റെ വേഗത എത്രയാണ്, എത്ര സമയം കൊണ്ട് ഇത് കവർ ചെയ്യും, ut + ½ AT² എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ½ AT² എന്നൊക്കെ പറഞ്ഞിട്ട് F=ma എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇക്വേഷനൊക്കെ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏത് ക്ലാസിക്കൽ സാധനത്തിൻ്റെയും ഒബ്സർവബിൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എവ്രി ഒബ്സർവബിൾ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് കാണുന്ന മൊമെൻ്റം അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിനകത്തുള്ള വേറെ ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഏത് ഒബ്സർവേഷൻ നമുക്കൊരു ക്ലാസിക്കലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒബ്സർവേഷൻ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാം? 2 ട്രെയിൻ പോവുകയാണെങ്കിൽ ഒരു ട്രെയിൻ എത്ര സമയം കൊണ്ട് ഒന്നിനെ മറികടക്കും, അല്ലെങ്കിൽ ഒരു ട്രെയിൻ എത്ര സമയം കൊണ്ട് സ്റ്റേഷനിലെത്തും ഈ സ്പീഡിൽ പോവുകയാണെങ്കിൽ, ഇതൊക്കെ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പം എവ്രി ഒബ്സർവബിൾ ഇൻ എ ക്ലാസിക്കൽ മെക്കാനിക്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദെയർ കറസ്പോണ്ട്സ് എ ലീനിയർ ഹെർമിഷൻ ഓപ്പറേറ്റർ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ക്ലാസിക്കൽ മെക്കാനിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിലും എന്തുണ്ട്? കുറച്ച് ഹെർമിഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സുഖമായിട്ട് ഒരു ഇലക്ട്രോൺസിൻ്റെ പൊസിഷനും ഇലക്ട്രോൺസിൻ്റെ സ്പീഡും ഇലക്ട്രോൺസിൻ്റെ എനർജിയും ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പം ഒരു ഇലക്ട്രോണിൻ്റെ മൊമെൻ്റം നമുക്ക് പറയണമെങ്കിൽ നമ്മൾ മൊമെൻ്റം ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ മതി. മൊമെൻ്റം ഓപ്പറേറ്റർ പൊസിഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് ഓപ്പറേറ്റർ, എക്സ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ഉപയോഗിക്കും. ഇനി ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് എനർജി ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ മതി. ഏതാണ് ഇതിൻ്റെ എനർജി ഓപ്പറേറ്റർ? -h²/8π² m × എന്ന് പറയുന്നതാണ് അതിൻ്റെ h ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ എനർജി ഓപ്പറേറ്റർ. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ മതി, നമുക്ക് സിസ്റ്റത്തിന് എനർജി കിട്ടും. അപ്പം എവ്രി ഒബ്സർവബിൾ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ എ ലീനിയർ ഹെർമിഷൻ ഓപ്പറേറ്റർ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, ഇതാണ് നാലാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത്. അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ്സ് ദ ഓൺലി വാല്യൂസ് ദാറ്റ് ക്യാൻ റിസൾട്ട്സ് ഫ്രം ദ മെഷർമെൻറ്റ് ഓഫ് ആൻ ഒബ്സർവബിൾ എ will be the eigen value satisfying the eigen value equation. വാല്യൂസ് ക്യാൻ റിസൾട്ട്സ് ഫ്രം ഈ ഓരോ റിസൾട്ടുകളിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എങ്ങനെയായിരിക്കും? നമുക്കിപ്പോൾ ഒരു ഒബ്സർവബിൾ ചെയ്തു, ഒരു ഒബ്സർവബിൾ നമ്മളിപ്പം മൊമെൻ്റം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എങ്ങനെയായിരിക്കും? നമ്മൾ മൊമെൻ്റത്തിൻ്റെ ഓപ്പറേറ്റർ നമ്മൾ പി എന്ന് വിചാരിക്കുക, മൊമെൻ്റത്തിൻ്റെ ഓപ്പറേറ്റർ ഇൻറ്റു വേവ് ഫംഗ്ഷൻ നമ്മൾ ചെയ്യുമ്പം യു വിൽ ഗെറ്റ് എ മെഷേർഡ് ക്വാണ്ടിറ്റി. ദ ആൻസർ, അതിൻ്റെ ആ മൊമെൻ്റത്തിൻ്റെ ആൻസർ കിട്ടും. അപ്പം നമ്മൾ എസ് ആണെന്ന് വിചാരിക്കുക, മൊമെൻ്റത്തിൻ്റെ ആൻസർ എ എന്ന് വിചാരിക്കുക. നമുക്ക് എ ആണ് വിചാരിക്കുക. എ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിം വേവ് ഫംഗ്ഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കിട്ടും. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഒബ്സർവബിൾ ആയിട്ടുള്ള ഏത് ഒബ്സർവബിൾ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ദാറ്റ് ഈസ് an operator function, we get the same function multiplied by a constant. ഈ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ഒബ്സർവബിൾ ക്വാണ്ടിറ്റി, ഒബ്സർവബിൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഈഗൻ വാല്യൂ. ഓക്കെ, അപ്പം ഓൺലി ദ വാല്യൂ ദാറ്റ് ക്യാൻ റിസൾട്ട്സ് ഫ്രം മെഷർമെൻറ്റ് ഓഫ് ആൻ ഒബ്സർവബിൾ എ, അല്ലെങ്കിൽ ഒബ്സർവബിൾ ഇവിടെ നമ്മൾ പി എന്ന് എഴുതിയത്, ഇവിടെ പി ഏതാണോ ഒബ്സർവബിൾ മൊമെൻ്റം ആയതുകൊണ്ട് ഇതിന്ന് എഴുതി വിൽ ബി ഈഗൺ വാല്യൂ. ആ ഒബ്സർവബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ വാല്യൂ ആണ് അതിൻ്റെ ഒബ്സർവബിൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിസിക്കൽ ഒബ്സർവബിൾ ക്വാണ്ടിറ്റി എ ആണ്. അതായത് നമ്മൾ എന്താണോ ഒബ്സർവ് ചെയ്യുന്നത് അതിൻ്റെ ഫിസിക്കൽ ഒബ്സർവബിൾ ക്വാണ്ടിറ്റി അത് എ ആയിരിക്കും.
അതിൻ്റെ ക്യാപ്പാണ് എ ക്യാപ്പ് എന്ന് എഴുതുക. അതിൻ്റെ ഓപ്പറേറ്റർ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിന്നെ വാല്യൂ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ലാസ്റ്റ് പോസ്റ്റുലേറ്റ്സ്, അവസാന പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ ആവറേജ് വാല്യൂ ഓർ ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ. നമ്മൾ ആവറേജ് വാല്യൂവിന് നമ്മൾ സാധാരണ ഇങ്ങനെ സ്ക്വയർ ഇങ്ങനത്തെ ഒരു ബ്രാക്കറ്റ് ഇട്ടാണ് നമ്മൾ ആവറേജ് വാല്യൂ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, എ എന്നിട്ടോ. സോ ആവറേജ് വാല്യൂ ഓർ ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഈസ് ദ observable which corresponds to an operator A cap when large number of measurements are given. അപ്പം ഒരു ആവറേജ് വാല്യൂ എങ്ങനെയാണെന്നാണ് പറയുന്നത്? ആവറേജ് വാല്യൂ എ ഇസ് ഈക്വൽ ടു ആവറേജ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓൾ ഓവർ ദ സ്പേസ് എക്സ് വൈ സെഡ് സൈ സ്റ്റാർ എ ക്യാപ് സൈ ഡീറ്റോ ഡിവൈഡഡ് ബൈ സൈ സ്റ്റാർ ഡീറ്റോ. ഇൻ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ ഡീറ്റോ. ഫോർ എ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ്റെ കേസിൽ സൈ സ്റ്റാർ ഇൻ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ ഡീറ്റോ എന്ന് പറഞ്ഞാൽ ഫോർ എ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ്റെ കേസിൽ 1 ആയിരിക്കും. ഓർത്തോഗണൽ ആണെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, അത് നോക്കാൻ നമ്മൾ പഠിച്ചതാണ്. ക്രോമിക്കൽ ഡെൽറ്റ ഓർത്തോ നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ അങ്ങനെയായിരിക്കും. അപ്പം ഫോർ എ നോർമലൈസ്ഡ് കണ്ടീഷൻ ദിസ് ഡിനോമിനേറ്റർ ഇസ് ബിക്കം 1. ഫോർ എ നോർമലൈസ്ഡ് കണ്ടീഷൻ വി ഗെറ്റ് ദ ആവറേജ് വാല്യൂ ഓർ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓൾ ഓവർ ദ സ്പേസ് സൈ സ്റ്റാർ എ ക്യാപ്പ് സൈ ഡീറ്റോ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ ഈ എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് കറസ്പോണ്ട്സ് ടു ഓപ്പറേറ്റർ. ഏത് ഓപ്പറേറ്ററാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഓപ്പറേറ്റർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സോ ഇതാണ് ആവറേജ് വാല്യൂവിനെ പറ്റിയിട്ട് പറയുന്ന പോസ്റ്റുലേറ്റ്സ്. അപ്പം എന്താ പറയുന്നത്? ആവറേജ് വാല്യൂസിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? ആവറേജ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ആൻ എനി ഒബ്സർവബിൾ വിച്ച് കറസ്പോണ്ട്സ് ടു ആൻ ഓപ്പറേറ്റർ എ ക്യാപ് വിച്ച് ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് ആർ ഇൻവോൾവ് ഈസ് ഗിവൺ ബൈ ആവറേജ് വാല്യൂ എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈ സ്റ്റാർ എ ക്യാപ് സൈ ഡീറ്റോ ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഓഫ് സൈ സ്റ്റാർ സൈ ഡീറ്റോ. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇതാണ് എന്തെന്ന് പറയേണ്ടത്? ആ ലാസ്റ്റ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞൊരു പോയിൻ്റാണ്. ഇതാണ് പഠിക്കേണ്ടത് നന്നായിട്ട്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? സോ ഇത്രയുമാണ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പോസ്റ്റുലേറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പ്രോബ്ലം പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു.